പലയിടങ്ങളിലും കനത്ത മഴയാണ്. ഒറ്റപ്പെട്ടതാണെങ്കിലും പെയ്യുമ്പോൾ മേഘസ്ഫോടനം പോലെയുള്ള മഴയാണ് ഇപ്പോൾ വരുന്നത്. സജു, എങ്ങനെയാണ് മധ്യ കേരളത്തിലെ മഴ, പ്രത്യേകിച്ച് കൊച്ചിയിലും? ഡോക്ടർ അരുൺകുമാർ, തുള്ളിക്കൊരു കുടം എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കൊച്ചിയിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് MG റോഡിലാണ്. MG റോഡിൽ വെള്ളക്കെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതായത് എറണാകുളം ജില്ലയിൽ ഒരു നഷ്ടപരിഹാര കേസ് മാത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സ്ഥലത്തിന് വിലയുള്ള ഒരു പ്രദേശമാണ് MG റോഡ്. മഴയ്ക്കിപ്പോൾ വില കൂടുതലുള്ളത് കുറവുള്ളതൊന്നും ഇല്ലല്ലോ. MG റോഡിൽ കനത്ത വെള്ളക്കെട്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ എന്തായോ എന്തോ. ഈ കാണുന്ന റോഡൊക്കെ മുങ്ങിക്കിടക്കുകയാണ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെയും സമാന അവസ്ഥ തന്നെയാണ്. ഒപ്പം പെരിയാറിലടക്കം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുകളിൽ, അതായത് ഇടുക്കിയിലടക്കം മഴ ശക്തിപ്പെടുന്നതോടുകൂടി വെള്ളം താഴേക്കെത്തും. ഭൂതത്താൻകെട്ട് ഡാമിന് ഷട്ടറുകൾ നിലവിൽ തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം യഥാർത്ഥത്തിലുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ മലയോര മേഖലയിൽ കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മലയോരത്താണ് ഏറ്റവും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നത്. നഗരമേഖലകളിലും അതിൽ നിന്ന് വിഭിന്നമല്ല എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുതയായി തന്നെ എടുത്ത് പറയേണ്ട ഒരു സാഹചര്യം. ഒപ്പം തീരദേശത്തും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. മലയോരത്ത് ശക്തമായ മഴ, ശക്തമായ കാറ്റൊപ്പം മണ്ണിടിച്ചിൽ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും മരങ്ങൾ കടപുഴകി വീണുമൊക്കെ കാര്യമായ അപകടങ്ങൾ വിവിധയിടങ്ങളിലുണ്ട്. അതുകൊണ്ട് ശക്തമായ ജാഗ്രത, യാത്ര ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ കാര്യമായ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് നൽകുന്നുണ്ട്. പലപ്പോഴും ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ ഏതെങ്കിലും പഴയ മരത്തിൻ്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കുമല്ലോ, അങ്ങനെയുള്ള അപകടങ്ങളൊപ്പം വെള്ളക്കെട്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിട്ടൊഴിയാത്ത ദുരിതമാണ്. അതിപ്പോഴും അതിശക്തമായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ്. MG റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിവിധയിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ട്. ഒപ്പം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ കടലാക്രമണവും തുടങ്ങും. കാരണം വേലിയേറ്റം തുടങ്ങുന്ന സമയം ഒരു 10 മണിയോട് കൂടിയാണ്. കണ്ണമാലി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വലിയ സമരം വേലിയേറ്റം നമ്മൾ അവിടെ കണ്ടതാണ്. കണ്ണമാലി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, മുനമ്പം, ഞാറക്കൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ, അതായത് അവിടെ കടൽ ഭിത്തിയുടെ കുറവുള്ളതുകൊണ്ടുള്ള പ്രതിസന്ധിയാണ്. ഒപ്പം ഇങ്ങനെയുള്ള രൂക്ഷമായ വെള്ളക്കെട്ടും ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇതേ വെള്ളക്കെട്ട്, അതായത് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി പരിശോധിച്ചാൽ അറിയാം, കാര്യമായ വെള്ളക്കെട്ട് ഈ പ്രദേശങ്ങളിലുണ്ട്. ഗതാഗത കുരുക്കും അതാണ് മറ്റൊരു വലിയ ദുരിതം. ഒരു മെട്രോ നഗരമാണല്ലോ, ഈ ഭാഗം മുഴുവൻ അങ്ങോട്ടേക്ക് MG റോഡ്, ഏറ്റവും കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് MG റോഡ്. ആ പ്രദേശത്തിൻ്റെ അവസ്ഥയാണ് ഈ സാഹചര്യം. ഇങ്ങോട്ടൊക്കെ വെള്ളക്കെട്ടാണ്. മറുഭാഗത്ത് MG റോഡിൻ്റെ കവാടം തുടങ്ങുന്ന പ്രദേശത്തും അങ്ങനെ അല്പം താഴ്ന്നു കിടക്കുന്നതും അല്ലാത്തതുമായ റോഡുകളിലൊക്കെ വലിയ വെള്ളക്കെട്ട്, ശക്തമായ മഴ, ഒപ്പം പുഴകളിൽ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുന്ന സാഹചര്യമൊക്കെയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. സജോയാണ് അവിടെ നിൽക്കുന്നത്. തുള്ളിക്കൊരു കുടം എന്ന മട്ടിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം, നല്ല മഴയാണ് കൊച്ചിയിലെ പലയിടങ്ങളിലും. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ മുമ്പ് കാണാത്ത വിധം, റോഡ് കാണാത്ത വിധം കനത്ത മഴയാണ്. കൊച്ചിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കൊച്ചിയിലെ വെള്ളക്കെട്ട്. കൊച്ചിയിലെ പണ്ടത്തെ വെള്ളക്കെട്ടെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, വെള്ളമല്ല, അവിടെ തോട് ആയിട്ട് മാറുകയാണ് റോഡ്. ചിലപ്പോൾ വലിയ പുഴയാണോ എന്ന് തന്നെ നമുക്ക് തോന്നും. ആ മട്ടിലായിരുന്നു കൊച്ചിയുടെ റോഡുകളൊക്കെ. ഇന്നിപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് എന്ന് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക.